ആൽബർട്ട് സ്പാഗരിയുടെ നൈസിലെ സ്റ്റുഡിയോ കെട്ടിടത്തിന് സമീപത്തായിരുന്നു സൊസൈറ്റി ജനറൽ ബാങ്ക് സ്ഥിതി ചെയ്തത്. ഒരു ദിവസം ബാങ്കിൽ നിൽക്കവേ ഒരു ഓവുചാൽ ഒഴുകുന്നതിന്റെ ശബ്ദം അയാൾ കേൾക്കുകയുണ്ടായി. ബാങ്കിന്റെ സ്ഥാനത്തിന്റെ പ്രത്യേകത സ്പാഗരിയയുടെ നിഗൂഢ ബുദ്ധിയിൽ ഒരു തീപ്പൊരി ഉണ്ടാക്കി. ബാങ്കിന്റെ ലോക്കർ റൂം സ്ഥിതി ചെയ്യുന്നത് ഓവുചാലിന്റെ മേലെയാണെന്ന് അയാളുടെ കൂർമ്മബുദ്ധി കണ്ടെത്തി. അതോടെ അയാൾ തന്റെ മനസ്സിലുള്ള ആശയത്തിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി. ഒടുവിൽ ഒരു നാൾ അയാൾ തന്റെ പദ്ധതി അസന്ദിഗ്ധമായി നിശ്ചയിച്ചു: സൊസൈറ്റി ജനറൽ ബാങ്ക് കൊള്ളയടിക്കുക. തുടർന്നുള്ള ദിവസങ്ങൾ മോഷണത്തിനു വേണ്ടിയുള്ള ആലോചനകളുടേതായിരുന്നു. കൂട്ടിയും കിഴിച്ചും ഒടുവിൽ സ്പാഗിയേരി കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ആവിഷ്കരിച്ചു. പിന്നീട് കവർച്ചകളുടെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ബില്യൻസിയായി മാറിയ രൂപരേഖയും പദ്ധതിയുമായിരുന്നു അത്. സ്പാഗിയേരി ആദ്യം ചെയ്തത് ബാങ്കിലെ ഒരു ലോക്കർ ബാങ്ക് വാടകയ്ക്കെടുക്കുക എന്നായിരുന്നു. അങ്ങനെ അയാൾ നിക്ഷേപത്തിന് എന്ന വ്യാജേന ലോക്കർ റൂമിൽ കയറി. ബുദ്ധികൂർമ്മത കൊണ്ട് അയാൾ അകത്തളത്തിന്റെ രൂപരേഖ മനസ്സിൽ കൃത്യമായി കുറിക്കുകയും ലോക്കറിനെ കുറിച്ചും അതിന്റെ സുരക്ഷയെക്കുറിച്ചും ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. തുടർന്ന് അയാൾ ഒരു ലൗഡ് അലാറം ക്ലോക്ക് ലോക്കറിനുള്ളിൽ വെച്ചുപൂട്ടി. രാത്രികാലത്ത് അലാറം പുറപ്പെടുവിക്കുന്ന തരത്തിൽ ക്ലോക്ക് സെറ്റ് ചെയ്തു വെച്ചിരുന്നു. ക്ലോക്കിൽ നിന്നും രാത്രിയിൽ അലാറം ശബ്ദം പുറപ്പെടുമ്പോൾ അസ്വാഭാവികമായ എന്തെങ്കിലും സംഭവിച്ചാൽ ബാങ്കിന്റെ സുരക്ഷാ ക്രമീകരണം എങ്ങനെയായിരിക്കുമെന്നും തൽഫലമായി ലോക്കർ റൂമിൽ നിന്ന് എന്തെങ്കിലും സൈറൻ മുഴങ്ങുമോ എന്നും പരീക്ഷിക്കുകയായിരുന്നു സ്പാഗിയേരി. പിന്നീട് നിരീക്ഷണത്തിൽ നിന്നും അത്തരം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ അവിടെ ഇല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. സൊസൈറ്റി ജനറൽ ബാങ്കിന്റെ ലോക്കർ റൂം സാധാരണ ബാങ്കുകളിലേതിനേക്കാൾ കനത്ത ചുമരുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. വാതിലിന്റെ കരുത്താകട്ടെ 10 മടങ്ങായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ അലാം സംവിധാനത്തിന്റെ ആവശ്യകത ലോക്കർ റൂമിന് ആവശ്യമുണ്ടായിരുന്നില്ല. പദ്ധതിയുടെ ആദ്യഘട്ടം വിജയിച്ചു എന്ന് അയാൾ അനുമാനിച്ചു. തുടർന്ന് അയാൾ ബാങ്കിന്റെയും ലോക്കറിന്റെയും പ്ലാനുകൾ വിശദമായി വരക്കുകയും ഓപ്പറേഷൻ ഏതുവിധമായിരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്ത ശേഷം ഒരു നിഗമനത്തിലെത്തി: താൻ നേരിട്ട് മോഷണത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന നിഗമനം. തുടർന്ന് അയാൾ നേരെ പോയത് ഫ്രാൻസിലെ മാർസിലസ് സിറ്റിയിലേക്കായിരുന്നു. വാടക ഗ്യാങ്ങുകളും ഗ്യാങ്സ്റ്റേഴ്സും ഒരുപാടുള്ള സ്ഥലം. അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഗ്യാങ്ങുമായി അയാൾ ഗൂഢാലോചന നടത്തി. അവിടെ വെച്ച് ആൽബർട്ടോ സ്പാഗിയേരി തന്റെ ഡീൽ ഉറപ്പിച്ചു. 2 മാസങ്ങൾക്ക് ശേഷം, അതായത് 1976 ജൂലൈ 16, ഫ്രാൻസിലെ വലിയ ആഘോഷമായ ബാസ്റ്റില്ലേ ഫെസ്റ്റിവൽ കാലമായിരുന്നു അത്. ബാങ്ക് ഒരു വാരാന്ത്യത്തോളം അടഞ്ഞുകിടന്ന സമയം. സ്പാഗിയേരിയുടെ ഗ്യാങ് അന്നേ ദിവസം ബാങ്ക് നിലവറ തകർത്ത് അതിനുള്ളിൽ കയറി. നിലവറയ്ക്കുള്ളിൽ പ്രവേശിച്ച അന്ന് അതിനുള്ളിൽ സ്പാഗിയേരി തന്റെ ടീമിന് അതിവിശിഷ്ടമായ ഒരു ലഞ്ച് ഒരുക്കി. തുറന്ന നിലവറ ചുമർ അകത്തുനിന്നും വെൽഡ് ചെയ്തതിനു ശേഷം അവർ ഒരുമിച്ച് ആ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചു. ഫ്രഞ്ച് ഭക്ഷണമായ പേറ്റും വൈനുമെല്ലാം ഒഴുകിയ ആ ലഞ്ച് ഒരു പിക്സിക് മൂഡിലുള്ള ലഞ്ച് പോലെയായിരുന്നു. 400 സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകൾ സൊസൈറ്റി ജനറൽ ബാങ്കിന്റെ നിലവറയിൽ ഉണ്ടായിരുന്നു. സാവധാനം സമയമെടുത്ത് അവയിലെ സാധനങ്ങൾ അത്രയും അവർ ചാക്കിൽ കെട്ടി. പണമായി ഏകദേശം 30 മുതൽ 60 ദശലക്ഷം മോഷ്ടിക്കപ്പെട്ടു. ഒപ്പം അതീവ രഹസ്യങ്ങളും വിലപിടിപ്പുള്ളതുമായ ഒട്ടനവധി ഡോക്യുമെന്റുകളും വസ്തുക്കളും സ്പാഗിയേരിയുടെയും സംഘത്തിന്റെയും കയ്യിലായി. സ്പാഗിയേരി അർജന്റീനയിലേക്ക് കടക്കുകയും അവിടെ വെച്ച് മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് തിരിച്ചറിയപ്പെടാതെ ജീവിക്കുകയും ചെയ്തു. ഒരു പൊളിറ്റിക്കൽ കൊലപാതകവുമായി ആൽബർട്ടോ സ്പാഗിയേരിയുടെ പേരിനെ CIA ഒരിക്കൽ ബന്ധപ്പെടുത്തുകയുണ്ടായി. അമ്മയെയും ഭാര്യയെയും കാണാൻ അയാൾ പലതവണ ഫ്രാൻസിലെത്തിയത് ഉറപ്പില്ലാത്ത ചില കിംവദന്തികളും അക്കാലത്ത് പരന്നു. ചില ഫ്രഞ്ച് പത്രങ്ങളാകട്ടെ ത്രോട്ട് ക്യാൻസറിനെ തുടർന്ന് 1989 ജൂൺ 10 അമ്മയുടെ വീടിനോട് ചേർന്ന ആൽബർട്ട് സ്പാഗിയേരിയുടെ ഡെഡ് ബോഡി കണ്ടെത്തി എന്ന അവിശ്വസനീയമായ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. പക്ഷേ വാസ്തവം ഇന്നും അജ്ഞാതമാണ്. ഈ മോഷണത്തെ ആസ്പദമാക്കി നിരവധി സിനിമകൾ പിന്നീട് പുറത്തിറങ്ങി. എന്തുതന്നെയായാലും ഒരു കാലത്ത് ലോകം കണ്ട ഏറ്റവും ബ്രില്യന്റ് ബാങ്ക് കവർച്ചയുടെ സൂത്രധാരനെയും അന്ന് കവർച്ച ചെയ്യപ്പെട്ട വലിയ സ്വത്തുക്കളും പിന്നീട് ഒരിക്കലും കണ്ടെത്തുകയേ ഉണ്ടായില്ല.